ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കണം, അതുപോലെ ഡിസീസ് ഫ്രീ ആയിട്ടിരിക്കണം അല്ലേ? ഡിസീസസിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഈ ചാപ്റ്ററിലോട്ട് പോവാം. ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എന്താണ് ഹെൽത്ത്? എനിക്ക് കുറേ കാലമായിട്ട് അസുഖങ്ങൾ വരാതിരുന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഹെൽത്തി ആണെന്നാണോ? അല്ല അല്ലേ. നമ്മൾക്ക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് വരുന്നുണ്ട്? ദ ബയോളജിക്കൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് നമ്മുടെ ഹെൽത്തിൽ വരുന്നത്. അപ്പോൾ ഓവറോൾ വെൽബീയിങ്ങിനെയാണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെൽബീയിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെൽത്ത് എന്ന് വിളിക്കുക. അപ്പോൾ ഈ രീതിയിലെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് ഹെൽത്തി മാൻ എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഗുഡ് ഹെൽത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. എന്തൊക്കെയാണ്? നമ്മുടെ ലൈഫ് സ്പാൻ കൂടും അല്ലേ? ലൈഫ് സ്പാൻ കൂടും. പിന്നെ മോർട്ടാലിറ്റി റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, റേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഗുഡ് ഹെൽത്ത് എന്തൊക്കെ? ഒരാളെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് വേണ്ട അല്ലേ? അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ട്, പേഴ്സണൽ ഹൈജീൻ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അല്ലേ നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നല്ല ഡയറ്റ് ഫോളോ ചെയ്യണം, പേഴ്സണൽ ഹൈജീൻ ഉണ്ടാവണം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടാവണം. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആൻഡ് നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ ഡിസീസസിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? എന്ത് കണ്ടീഷനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു ഓർഗനോ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിൻ്റെയോ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡിസീസ് ഈസ് എ കണ്ടീഷൻ വെൻ ദ ഫങ്ഷനിങ് ഓഫ് വൺ ഓർ മോർ ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റംസ് ഓഫ് ബോഡി ഈസ് അഫക്റ്റഡ് അഡ്വേഴ്സ്ലി ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയസ് സിംറ്റംസ്. അപ്പോൾ നമ്മൾ ഡിസീസിൽ മെയിനായിട്ട് എന്തുണ്ടാവും? നമുക്ക് ഒരു അസുഖമുണ്ടെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത്? അതായത് നമുക്ക് അതിന് സിംറ്റംസ് കാണിക്കും, പല സിംറ്റംസ് കാണിക്കും. അതിലൂടെയാണ് നമ്മൾ ഒരു ഡിസീസ് നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ആൻഡ് പാത്തജൻസ് ആണ് നമുക്ക് ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ്. ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്നത് പാത്തോജൻസ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസീസ് എന്തൊക്കെ ടൈപ്പ്? 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഏതാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അപ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ? ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വെച്ചാൽ നമുക്ക് ഡിസീസ് വിച്ച് ആർ ഈസിലി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഈസ് കോൾഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസിനെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൂ അല്ലേ? ഫ്ലൂ, അതുപോലെ തന്നെ കൊറോണ വൈറസിൻ്റെ ഡിസീസ്, അതുപോലെ തന്നെ HIV ഡിസീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഡിസീസാണ്? ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഡിസീസസ് ആണ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. നോൺ ഇൻഫെക്ഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചാലും എനിക്ക് അപ്പുറത്തെ ഒരാൾക്കത് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എയർ ത്രൂവോ നമുക്ക് ടച്ച് ത്രൂവോ ഒന്നും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളെയാണ് നമ്മൾ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസിന് ഒരു എക്സാമ്പിൾ ഒന്നല്ലെങ്കിൽ ഒന്നിലധികം എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഇതൊന്നും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളാണ്. അതായത് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനിലൂടെ നമുക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സിലൂടെ വരുന്ന അസുഖങ്ങളാണ്. അപ്പം ഇത് മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെറിഡിറ്ററി ഫാക്ടേഴ്സിലൂടെയും അതുപോലെ തന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസിലൂടെയും അല്ലെങ്കിൽ ഹാബിറ്റിലൂടെയും ഒക്കെ വരുന്ന അസുഖങ്ങളെയാണ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസിൽ കുറച്ച് ആളുകൾ പഠിക്കാനുണ്ട്. എന്താണ്? നമ്മുടെ വൈറൽ, ബാക്ടീരിയൽ, പ്രോട്ടോസോവൻ, ഹെൽമിന്തിക് ആൻഡ് ഫംഗൽ ഡിസീസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതായത് വൈറൽ ഡിസീസിൻ്റെ ഒരു എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ നോക്കിക്കേ. കോമൺ കോൾഡ് അല്ലേ? റൈനോ വൈറസ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് കോമൺ കോൾഡ്, എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. മിസ്സിനും ഉണ്ട് ചെറിയൊരു കോൾഡൊക്കെ. അപ്പോൾ കോമൺ കോൾഡ്, അതുപോലെ പോളിയോ, മീസിൽസ്, ഇതൊക്കെ എന്താണ്? വൈറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. വൈറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ അല്ല, വൈറസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ എക്സാമ്പിൾസ് നോക്കിക്കേ. ടൈഫോയിഡ് ഉണ്ട്, ന്യൂമോണിയ ഉണ്ട്, പ്ലേഗ് ഉണ്ട്, ടെറ്റനസ്, ഡിസെൻട്രി, ഡിഫ്തീരിയ, ഇതൊക്കെ എന്താ മക്കളെ? ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസസ് ആണ്.
അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. എന്താണ് പ്രോട്ടോസോവൻ ഡിസീസിന്റെ എക്സാമ്പിൾസ് വരുന്നത്? മലേറിയ, അമീബിയാസിസ് ഒക്കെയാണ് നമുക്ക് പ്രോട്ടോസോവൻ ഡിസീസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ ഹെൽമിന്തിക് ഡിസീസ്. ഹെൽമിന്തിസ് എന്ന് പറയുമ്പോൾ എന്താണ്? വേംസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ്. എസ്കാരിയാസിസ്, ഫൈലേറിയാസിസ് എന്നൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫംഗൽ ഡിസീസ് റിംഗ് വോം കോസ് ചെയ്യുന്നത് അല്ലേ, നമ്മുടെ സ്കിൻ ഡിസീസസ് ഒക്കെയാണ് ഫംഗൽ ഡിസീസസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ പറഞ്ഞ വൈറൽ ഡിസീസ് ആണ് അല്ലേ. ഈ കാണുന്ന ആള് റൈനോ വൈറസ് എന്ന് പറയുന്ന ആ ഒരു വൈറസ് ആണ് എന്തിനെ കോസ് ചെയ്യുന്നത്? നമ്മുടെ കോമൺ കോൾഡ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയ മക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. എന്താണ്? റെസ്പിറേറ്ററി പാസേജ് ആണ്, നോട്ട് ലങ്സ്. ലങ്സിൽ അഫക്റ്റ് ചെയ്യത്തില്ല, റെസ്പിറേറ്ററി പാസേജിനെ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമൺ കോൾഡ് എന്ന് പറയുന്നത്. ഈ റൈനോ വൈറസ് എന്ന് പറയുന്ന ആളാണ് അത് കോസ് ചെയ്യുന്നതെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി അതിൻ്റെ സിംറ്റംസ് നിങ്ങൾക്ക് അറിയാവുന്ന സിംറ്റംസ് തന്നെയാണ്. എന്തൊക്കെയാണ്? നെയ്സൽ കഞ്ചഷൻ ഉണ്ടാവും അല്ലേ, പിന്നെ നമ്മുടെ ആ നെയ്സൽ ഡിസ്ചാർജ് ഉണ്ടാവും, കഫ് ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും. ഇതൊക്കെ എന്തിൻ്റെയാണ്? ഭയങ്കര ടയർഡ്നെസ്, പിന്നെ ഹോഴ്സ്നെസ് ഓഫ് വോയിസ്, അതായത് വോയിസ് ഇങ്ങനെ അടഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സിംറ്റംസ് വരുന്നത്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരാൾ യൂസ് ചെയ്ത് അവരുടെ സ്നീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കഫ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഡ്രോപ്ലെറ്റ്സ് ഒക്കെ വരും അല്ലേ. ആ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പെന്നോ പെൻസിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇതൊക്കെ മറ്റൊരാൾ യൂസ് ചെയ്യുമ്പോൾ, കീബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലൂടെ അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോമൺ കോൾഡ് വരുന്നത്. ആൻഡ് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കോമൺ കോൾഡ് വന്നാൽ വേറൊരാൾക്കും കൂടെ ഉടനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഡിസീസാണ് മക്കളെ. നമുക്ക് പഠിക്കാനുള്ള ബാക്ടീരിയൽ ഡിസീസിന് നമ്മളൊരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? ദീപ്തി കോളറുള്ള ന്യൂ ഷർട്ട് വാങ്ങി അത് ടൈറ്റ് ആയപ്പോൾ, അതായത് ടൈ ഇട്ടപ്പോൾ ടൈറ്റായി എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡിസീസസ് മൊത്തം കിട്ടും. അപ്പോൾ ദീപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്തീരിയ ആണ്. ആൻഡ് കോളർ ഉള്ള ന്യൂ ഷർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കോളർ എന്ന് പറയുന്നത് എന്താണ്? കോളറ എന്നുള്ളതിനെയാണ്. ആൻഡ് ന്യൂമോണിയ, ന്യൂ ഷർട്ടിൻ്റെ ന്യൂ ആണ് ന്യൂമോണിയ. ആൻഡ് ടൈഫോയിഡ് എന്നുള്ളതിൻ്റെ ആണ് ടൈ എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടെറ്റനസ് ആണ് ടൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ, ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസീസസ് മൊത്തം കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ആൻഡ് ബാക്ടീരിയൽ ഡിസീസിൽ നമ്മൾ ഫസ്റ്റ് ടൈഫോയിഡ് ആണ് നോക്കുന്നത്. ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ ആരാ കൊണ്ടുവന്ന ടൈഫോയിഡ്? അതിൻ്റെ പാത്തജൻ എന്ന് പറയുന്നത് എന്താണ്? സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയ ആണ് നമുക്ക് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. ആൻഡ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് മക്കളെ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്ന ഒരു പാത്തോജനും അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു പാത്തോജനും. അപ്പോൾ ഇതിൻ്റെ പാത്തോജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതിൻ്റെ അഫക്റ്റഡ് ഏരിയാസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ടൈഫോയിഡ് എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, ലിവർ, സ്പ്ലീൻ, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. ആൻഡ് ന്യൂമോണിയ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എവിടെയാണ്? ലങ്സിനെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. ആൽവിയോളെ, ലങ്സിൻ്റെ ആൽവിയോളെ എന്ന് പറഞ്ഞാൽ ആ എയർ സാക്കാണ്. അപ്പോൾ ആ എയർ സാക്കിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് മോഡ് ഓഫ് ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ടൈഫോയിഡ് ഉണ്ടാകുന്നത്? കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, ഹൗസ് ഫ്ലൈസ്, ഇതിലൂടെയാണ് നമുക്ക് എന്ത് വരിക? ടൈഫോയിഡ് വരിക. അപ്പം നമ്മൾ നല്ല ഫുഡ്, നല്ല ഭക്ഷണം, കണ്ടാമിനേറ്റഡ് അല്ലാത്ത രീതിയിലുള്ളതൊക്കെ നമ്മൾ കഴിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ആൻഡ് ത്രൂ ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓർ എയറസോൾസ് റിലീസ്ഡ് ബൈ ആൻ അഫക്റ്റഡ് പേഴ്സൺ, ഇതിലൂടെയാണ് നമുക്ക് ന്യൂമോണിയ വരുന്നത്. എങ്ങനെയാണ്? വേറൊരാളിൽ നിന്ന് അവരുടെ ഡ്രോപ്ലെറ്റ്സിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ്, നമ്മളത് ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ന്യൂമോണിയ വരിക. ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈൻ ഹൈ ഫീവർ, ഭയങ്കര ഫീവർ ആയിരിക്കും. ഒരു 103-104 ഡിഗ്രി ഫാരൻഹീറ്റ് അത്രയും നമുക്ക് ഫീവർ ഉണ്ടാകും എവിടെ? ടൈഫോയിഡ് വരുമ്പോൾ. ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, ഹെഡ് ഏക്ക്, സ്റ്റൊമക്ക് ഏക്ക്, ഇതൊക്കെ വരും. കാരണം എന്താണ്? അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയല്ലേ എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് ടൈഫോയിഡിൻ്റെ കാര്യം പറയുമ്പോൾ മക്കൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് ടെസ്റ്റാണ്. അതെന്ത് ടെസ്റ്റാണെന്ന് ചോദിച്ചാൽ വൈഡൽ ടെസ്റ്റ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. വൈഡൽ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ടൈഫോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വൈഡൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ന്യൂമോണിയയിലേക്ക് വരുവാണെങ്കിൽ
ന്യൂമോണിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് മക്കളെ? അതുപോലെ തന്നെ ഫീവർ ഉണ്ടാവും അല്ലേ? ഫീവർ, ഹെഡ് ഏക്ക്, കഫ്, അതായത് കോൾഡിൻ്റെ സിംറ്റംസും അതുപോലെ തന്നെ എന്തുണ്ടാവും? ലിപ്സ്, ഫിംഗർ, നെയിൽസ് ഒക്കെ ഒരു ഗ്രേയിഷ് ബ്ലൂ കളറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സിവിയർ കേസിൽ ഒരു ഗ്രേയിഷ് ബ്ലൂ കളറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഭയങ്കര ചിൽസ് ആയിരിക്കും, അതായത് ഭയങ്കര തണുത്ത് ഇങ്ങനെ കിടുകിട ഒരു വിറയലൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ന്യൂമോണിയ ഉള്ളവരിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടൈഫോയിഡും ന്യൂമോണിയയും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, ഇതിൻ്റെ പാത്തോജൻസും അഫക്റ്റഡ് ഏരിയാസ് ഒക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റിലോട്ട് നമുക്ക് പോകാം. ദാറ്റ് ഇസ് പ്രോട്ടോസോവൻ ഡിസീസ് അല്ലേ? പ്രോട്ടോസോവൻ ഡിസീസിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ആരാണ്? അമീബയാസിസ് ആണ് പഠിക്കാനുള്ളത്. അതായത് അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതൊരു ടൈപ്പ് ഓഫ് ഡിസെൻട്രി ആണ്. അമീബ, അതായത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന പാത്തജൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഡിസീസാണ് എന്ത്? അമീബയാസിസ് എന്ന് പറയുന്ന ഡിസീസ് കേട്ടോ. അപ്പോൾ പാത്തജൻ്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക. അമീബിയാസിസും എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കും കിട്ടില്ലേ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് സ്പ്രെഡ് എങ്ങനെയാണ് ഉണ്ടാവുക? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് ഇതും ഉണ്ടാവുക. മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഹൗസ് ഫ്ലൈസ്, നമ്മൾ ഈച്ചയില്ലേ, ഈച്ച വന്നിരിക്കുന്ന ഭക്ഷണത്തിലാണ് കൂടുതലും ഇങ്ങനെ ഈച്ച അതിൻ്റെ മുട്ട അവിടെ അല്ലെങ്കിൽ ലാർവ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. അതിൽ നിന്നാണ് നമുക്ക് എന്ത് വരിക? അമീബിയാസിസ് എന്ന് പറയുന്ന അസുഖം. ആ ഒരു പാരസൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈച്ചയാണ്, ഹൗസ് ഫ്ലൈസ് ആണ്. ആൻഡ് അതിൻ്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഓഫ് കോഴ്സ് നമുക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ക്രാംസ്, ഒരു വലിച്ചിൽ അല്ലേ, ഭയങ്കര ഒരു വലിച്ചിലുണ്ടാവും, അതുപോലെ തന്നെ മസിൽ പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ഇതൊക്കെ വരും നമ്മുടെ അമീബിയാസിസ് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സ്റ്റൂൾസിലെല്ലാം ബ്ലഡ് അല്ലെങ്കിൽ മ്യൂക്കസിൻ്റെ ഒരു അംശം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പിയാണ്. അതായത് ORS പൊടിയൊക്കെ നന്നായിട്ട് കലക്കി കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക്സും ഇതിനെതിരെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. നമ്മുടെ പ്രധാനപ്പെട്ട ആളാണ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? മലേറിയ എന്ന് പറയുന്നത് അല്ലേ? മലേറിയ ഡിസീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പോൾ മലേറിയൻ്റെ പാരസൈറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പാത്തജൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഇത് പി എന്ന് കൊടുത്തിരിക്കുന്നത് പ്ലാസ്മോഡിയം ആണ് കേട്ടോ. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, ഈ 3 പാത്തജൻസ് ആണ് മലേറിയയ്ക്ക് കോസ് ചെയ്യാനുള്ള പാത്തജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള മലേറിയൽ പാത്തജൻ ആണ്. ഓക്കെ, ഇനി മോഡ് ഓഫ് ഇൻഫെക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് മക്കളെ അതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നോക്കാം. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് എന്തിൻ്റെ വെക്ടർ? നമ്മുടെ മലേറിയൽ പാരസൈറ്റിൻ്റെ വെക്ടർ. അതായത് നമ്മൾ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ കടിക്കുമ്പോഴാണ് നമുക്ക് മലേറിയ വരാനുള്ള ചാൻസ് ഉണ്ടാകുന്നത്. ആൻഡ് അതിൻ്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? റിക്കറിങ് ഹൈ ഫീവർ അല്ലേ? നമുക്കിപ്പോൾ എല്ലാ ഡിസീസസിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഫീവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് എന്തുണ്ടാവും? ചിൽസ് ഉണ്ടാവും, അതായത് ഭയങ്കര ഷിവറിങ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഷിവറിങ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ മലേറിയയുടെ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം എന്ത് റിലീസ് ചെയ്യും എന്നറിയാമോ? ബ്ലഡിലായിട്ട് ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിൻ റിലീസ് ചെയ്യും. ആ ടോക്സിൻ്റെ ഫലമായിട്ടാണ് ഭയങ്കരമായിട്ടുള്ള ചിൽസ് ഉണ്ടാകുന്നത്. ആൻഡ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് വരുവാണെങ്കിൽ യൂസ് ഓഫ് ആൻറ്റി മലേറിയൽ ഡ്രഗ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യുനൈൻ എന്ന് പറയുന്ന ആൻറ്റി മലേറിയൽ ഡ്രഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്യുനൈൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ കൺട്രോളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണിത് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്? നമുക്ക് ഒരേ ഒരു വഴിയാണുള്ളത്. എന്താണ്? മൊസ്കിറ്റോസിനെയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുക, അതായത് മൊസ്കിറ്റോസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അതായത് നമുക്ക് ഫ്യൂമിങ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ആ മൊസ്കിറ്റോയിൻ്റെ നെറ്റുണ്ട്, അതുപോലെ നമുക്ക് ഇപ്പം ഗുഡ് നൈറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പം ഗുഡ് നൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മൊസ്കിറ്റോസിനെ റിപ്പല്ലൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഇല്ലാതെയാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മലേറിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ മലേറിയയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ മലേറിയയ്ക്ക് 2 ഹോസ്റ്റാണ് ഉള്ളത്. ഓക്കെ, ഇതൊരു പാരസൈറ്റാണ്. അപ്പോൾ 2 ഹോസ്റ്റ് ഉണ്ട്. ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യനും, മറ്റൊരു ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൊസ്കിറ്റോയുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാളിനെ നമ്മൾ മലേറിയ ഉള്ള ഒരാളെ കൊതുക് ഇങ്ങനെ കുടിക്കുകയാണ്,
കൊതുക് ഇങ്ങനെ കൊത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിന്ന് എന്തായിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോറോസോയിഡ്സിന് ആര് എഴുതുന്നറിയാമോ? ദ വെക്ടർ ആയിട്ടുള്ള ഈ മോസ്കിറ്റോ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലുള്ള ആളുകളെ അങ്ങോട്ടേക്ക് ഇടും. അതിനെ നമ്മൾ സ്പോറോസോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്പോറോസോയിഡ്സ് എന്ന ആ ഒരു പ്ലാസ്മോഡിയത്തിൻ്റെ ആ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്റ്റേജിനെ ആദ്യം മാനിലോട്ട് കുത്തിവെക്കുകയാണ് ഫസ്റ്റ് ബൈറ്റിലൂടെ. ദെൻ ഈ സ്പോറോസോയിഡ്സ് ബോഡിക്കകത്ത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അത് ലിവറിലെത്തുന്നു. ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ലിവറിൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ലിവറിൽ നിന്ന് ആ ഒരു സെൽസിനെ എല്ലാം ബ്രേക്ക് ചെയ്യും. നമ്മുടെ ലിവർ സെൽസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്ലഡിലോട്ടെത്തും. ബ്ലഡിലെത്തി RBCക്കകത്താണ് ഇവർ കയറിയിരിക്കുക. ദെൻ RBCനെ ഇവിടെ റപ്ചർ ചെയ്യും, RBCനെ നശിപ്പിക്കും. അങ്ങനെ RBCനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമുക്ക് മര്യാദയ്ക്ക് ശ്വസിക്കാൻ അല്ലേ, നമ്മുടെ RBC എന്താ ചെയ്യുന്നത്? നമ്മുടെ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ശരിക്കും നടക്കില്ല. അവിടെ എന്ത് ചെയ്യും? ഒരു ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ റിലീസ് ചെയ്യും. അതാണ് നമുക്ക് ഷിവറിങ്ങിനൊക്കെ കാരണമാവുന്ന ടോക്സിൻ എന്ന് പറയുന്നത്. ആ ടോക്സിൻ റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മൊസ്കിറ്റോ അത് ബൈറ്റ് ചെയ്യുമ്പോൾ ഈ മൊസ്കിറ്റോ എന്താ എടുക്കുന്നത്? ബ്ലഡ് അല്ലേ എടുക്കുന്നത്. അങ്ങനെ ബ്ലഡ് എടുക്കുകയും ആ ബ്ലഡിലൂടെ അവരുടെ സലൈവറി ഗ്ലാൻസിൽ അല്ലെങ്കിൽ വീണ്ടും മൊസ്കിറ്റോയിൻ്റെ അകത്തെത്തിയും വീണ്ടും മൊസ്കിറ്റോയിൽ എന്ത് നടക്കുന്നുണ്ട്? അവരുടെ സെക്ഷൽ സ്റ്റേജസ് എല്ലാം നടക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുമ്പ് സെക്ഷൽ ആയിട്ടുള്ള സ്റ്റേജ് നടക്കുന്ന മാനിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ലിവർ സെൽസിൽ വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് നമ്മുടെ പ്ലാസ്മോഡിയത്തിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എല്ലാം നടക്കുന്നത്. ആൻഡ് അവർ നമ്മുടെ മൊസ്കിറ്റോസിൻ്റെ ബോഡിയിലെത്തുന്നു. അവിടെ നിന്ന് അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. ദെൻ അവിടെ നിന്നാണ് ഈ സ്പോറോസോയിറ്റ് ആയിട്ട് മാറിയിട്ട് അവരുടെ സലൈവറി ഗ്ലാൻഡിൽ എത്തുന്നത്. വീണ്ടും അടുത്ത മനുഷ്യനെ കടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിങ്ങനെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ 2 തവണ ബൈറ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് മലേറിയ വരുന്നത്. അതായത് മലേറിയ ഉള്ള ഒരാളെ ബൈറ്റ് ചെയ്തിട്ട് വേറൊരാളെ ബൈറ്റ് ചെയ്യുമ്പോഴാണ് മലേറിയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈഫ് സൈക്കിൾ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടാവും. അത് നോക്കി നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾക്ക് എക്സാം എപ്പോഴും ചോദിക്കുന്നതാണ് എന്ത്? നമ്മുടെ മലേറിയയുടെ ആ ഒരു ലൈഫ് സൈക്കിൾ, പ്ലാസ്മോഡിയം ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പോകുന്നത് എന്താണ്? ഹെൽമിന്ത് ഡിസീസിലാണ്. അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഒരു കാല് ചെറുതും ഒരു കാലിൽ ഭയങ്കര വണ്ണവും വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു പിക്ചർ നമുക്ക് NCERT-യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫൈലേറിയാസിസ് എന്ന് പറയുന്ന ഡിസീസാണ്. അതായത് മന്ത് എന്ന് പറയുന്ന അസുഖമാണ്. അതിന് നമ്മൾ എലിഫന്റിയാസിസ് എന്നും വിളിക്കാറുണ്ട്. ആൻഡ് ഹെൽമിന്ത് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാറ്റ് വോംസോ റൗണ്ട് വോംസോ കോസ് ചെയ്യുന്ന ഡിസീസിനെയാണ് നമ്മൾ ഹെൽമിന്ത്, അതായത് പ്ലാറ്റി ഹെൽമിന്തസ്, ആഷ് ഹെൽമിന്തസ് ഇല്ലേ, അത് കോസ് ചെയ്യുന്ന ഡിസീസാണ് നമ്മുടെ ഹെൽമിന്ത് ഡിസീസ് എന്ന് പറയുന്നത്. ദേ ആർ എൻഡോപാരസൈറ്റ്സ്. എൻഡോപാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡീൻ്റെ അകത്ത് ജീവിക്കുന്നവരെയാണ് നമ്മൾ എൻഡോപാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എസ്കാരിയാസിസ് ആണ്. എന്താണ്? വോം ട്രബിൾ ആണ് അല്ലേ. വോം ട്രബിൾ എന്ന് പറഞ്ഞാൽ വിരശല്യമാണ്. ആൻഡ് സെക്കൻഡ് വൺ ഫൈലേറിയാസിസ് ആണ്, അതായത് മന്താണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന അസ്കാരിയാസിസ് എന്താണ്? അസ്കാരിയാസിസ് ലുംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന പാത്തജനാണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാത്തജൻ്റെ പേര് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്നാണ് പേര്. ഈ ഫൈലേറിയാസിസ് കോസ് ചെയ്യുന്ന എന്താണ് മക്കളെ? വുച്ചരീരിയ ബാങ്ക്രോഫ്റ്റി. നല്ല പേരല്ലേ, വുച്ചരീരിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയുന്ന ഒരു പാത്തജനാണ് അത് കോസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അത് എഗ്സ് ഇടും അല്ലേ. പാരസൈറ്റ്സിൻ്റെ എഗ്സ് അവരുടെ നമ്മുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിൽ നിന്നെല്ലാം കിട്ടും. അതെന്ത് ചെയ്യും? ഈ സോയിൽ കണ്ടാമിനേറ്റ് ചെയ്യും. അതിലൂടെ വാട്ടർ ബോഡീസിലോട്ടും പ്ലാന്റ്സിലോട്ടൊക്കെ അത് വലിച്ചെടുക്കും. അങ്ങനെയാണ് ഈ അസ്കാരിയാസിസ് ഉണ്ടാകുന്നത്. ആൻഡ് ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഇതും മൊസ്കിറ്റോയിലൂടെ ഉണ്ടാകുന്ന അസുഖമാണ്. അപ്പോൾ ഈ അസുഖം കൊണ്ടുവരുന്ന വെക്ടർ ഏത് മൊസ്കിറ്റോ ആണെന്ന് അറിയാമോ? ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ്. അപ്പം നമ്മൾ മലേറിയ പഠിച്ചപ്പോൾ അനോഫിലസ് മൊസ്കിറ്റോനെ പരിചയപ്പെട്ടു. ഇപ്പം ക്യൂലെക്സ് മൊസ്കിറ്റോയിലാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അതിലൂടെയാണ് വെക്ടറിലൂടെയാണ് ഫൈലേറിയാസിസ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിംഫാറ്റിക് വെസൽസിൻ്റെ ബ്ലോക്കേജ് ആണ് അവിടെ ചെയ്യുന്നത്. അതായത് ലോവർ ലിംബ് ഏരിയയിലുള്ള ആ ലിംഫാറ്റിക് വെസൽസിൻ്റെ ഒരു ബ്ലോക്കേജ് ആണ് അവിടെ നടക്കുന്നത്. ജെനൈറ്റൽ ഓർഗൻസും അതുപോലെ തന്നെ ലോവർ ലിംസ് എല്ലാം ഇതിലൂടെ അഫക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ആൻഡ് അതിൻ്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ അസ്കാരിയാസിസിൻ്റെ സിംറ്റംസ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കിക്കോ.
അബ്ഡോമിനൽ പെയിൻ, നമുക്കറിയാം വിരശല്യത്തിന് എന്തൊക്കെ ഉണ്ടാവുക, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, മസ്കുലർ പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഡൈജഷൻ ഉണ്ടാവും, ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ് ഭയങ്കര ഹെവി ആയിട്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസസിൽ ഉണ്ടാവും. ആൻഡ് ബ്ലോക്കേജ് ഓഫ് ഇൻഡസ്റ്റൈനൽ പാസേജ് ഉണ്ട്, എനീമിയ, നോസിയ, ഇതെല്ലാം എന്തിലൂടെ വരും, ഈ വിരശല്യത്തിലൂടെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൽബൻഡാസോൾ എന്ന് പറയുന്ന ടാബ്ലറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളെപ്പോഴും പുറത്തുനിന്ന് പച്ചക്കറിയും മീറ്റും മത്സ്യമൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ആൾക്കാരല്ലേ. അതുപോലെ തന്നെ ഫൈലേറിയാസിസിൻ്റെ കാര്യം പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കിയേ. ഇൻഫ്ലമേഷൻ ഓഫ് ദി ഓർഗൻസ് ഇൻ വിച്ച് ദേ ലിവ് ഫോർ മെനി ഇയേഴ്സ്, ബ്ലോക്കേജ് ഓഫ് ലിംഫ് വെസൽസ്, ലോവർ ലിംസ് റിസൾട്ടിങ് ഇൻ ദ സ്വെല്ലിംഗ് ഓഫ് ലെഗ്സ് ആൻഡ് ഗിവിങ് ദ അപ്പിയറൻസ് ഓഫ് എലിഫൻറ്റ് ലെഗ്സ്. എലിഫൻറ്റിൻ്റെ ലെഗ് പോലെ ആവുകയാണ്. കാരണം എന്താണ്, ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ്, നമ്മുടെ ലിംഫാറ്റിക് വെസൽസിനെ അത് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഭാഗത്ത് ബ്ലോക്കേജ് പോലെ ഉണ്ടായിട്ട് അവിടെ ലിംഫ് വെസൽസിലെല്ലാം ബ്ലോക്ക് വന്നിട്ടാണ് ഈ ഒരു അസുഖം വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. നമ്മുടെ ഫംഗൽ ഡിസീസസ് ആണ്. ഫംഗൽ ഡിസീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് റിംഗ് വോം മാത്രമാണ് കേട്ടോ. ഇതാണ് ഫംഗൽ ഡിസീസിൽ വരുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വേറെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ പാത്തജൻസ് ആയിട്ട് വരുന്നത് നോക്കിക്കോ. ഈ 3 പാത്തജൻസിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. 3ഉം റിംഗ് വോം കോസ് ചെയ്യുന്ന പാത്തജൻസ് ആണ്. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഈ പറയുന്ന 3 പാത്തജൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇനി മോഡ് ഓഫ് ഇൻഫെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻഫെക്ഷൻ ഒക്കേർഡ് ഫ്രം ദി സോയിൽ നിന്നായിരിക്കാം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ വരാം. അവർ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് യൂസ് ചെയ്താൽ, അവർ യൂസ് ചെയ്യുന്ന കോമ്പ് യൂസ് ചെയ്താലൊക്കെ ഈ റിംഗ് വോം എന്ന് പറയുന്ന വട്ടച്ചൊറി എന്ന് പറയുന്ന അസുഖമാണിത് കേട്ടോ. അപ്പോൾ ആ ഒരു അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൈജീനിക് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് അതുപോലെ തന്നെ നിങ്ങളുടെ ബിലോങ്ങിങ്സ് ഒന്നും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതെ ഇരിക്കുക. മാക്സിമം വേറൊരാളിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ എഫക്റ്റഡ് ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ഫോൾഡിങ്സ്, ഗ്രോയിൻസ് ആൻഡ് ബിറ്റ്വീൻ ദ ടോസ്, ഇവിടെയൊക്കെയാണ്, അതായത് ഇടുക്കുകളിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു അസുഖം കാണാനായിട്ട് പറ്റുക അല്ലേ. അതിൽ വരാനുള്ള കാരണം കുറച്ച് ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടുതലുള്ള സ്ഥലമാണ് ഈ ഇടുക്കുകളൊക്കെ. നമ്മുടെ ഈ കൈയുടെ ആണെങ്കിലും കാലിൻ്റെ ആണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഭാഗങ്ങൾ, ഫോൾഡിങ്സ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വരാനുള്ള കാരണം. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ, ഡ്രൈ സ്കെയിലി ലെഷൻസ് ഓൺ സ്കിന്നിൽ ഒരു സ്കെയിലി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ലെഷൻസ് വരും. അതുപോലെ തന്നെ നെയിൽസിലും വരും, അത് സ്കാൽപ്പിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ലെഷൻസ് വളരെ ഇച്ചിങ് ഉണ്ടാവും, ഇൻറ്റൻസ് ആയിട്ടുള്ള ഇച്ചിങ്ങും ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റിംഗ് വോമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഇതിൻ്റെ പാത്തജൻസ് ആണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷസ് ഡിസീസ്. നമ്മൾ ഇത്രയും ബാക്ടീരിയൽ, വൈറൽ, പിന്നെ പ്ലാസ്മോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഹെൽമിന്തിക് ഡിസീസ്, ഇങ്ങനെ പലതും നോക്കിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫംഗൽ ഡിസീസാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രിവെൻഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. നമ്മൾ നോക്കിയാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ്, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കൺസെപ്ഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ ക്ലീൻ ആയിട്ട് വെള്ളം കുടിക്കുക, ക്ലീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യുക, അതായത് വാഷ് ചെയ്ത വെജിറ്റബിൾസ് യൂസ് ചെയ്യുക, വാഷ് ചെയ്ത ഫ്രൂട്ട്സ് കഴിക്കുക. ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫുഡ്, നമ്മൾ അടച്ചു വെച്ച ഫുഡ് മാത്രം കഴിക്കുക, തുറന്നു വെച്ചിരിക്കുന്ന ആഹാരം കഴിക്കാനേ പോകരുത്. ആൻഡ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ നമ്മൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വെല്ലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അതൊക്കെ നന്നായിട്ട് കവേർഡ് ആണോ, ടാങ്ക്സ് ഒക്കെ കവേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഒന്നും കെട്ടിക്കിടക്കാതെ അതൊക്കെ പ്രോപ്പർ രീതിയിലുള്ള ഡിസ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റയുടെ ഡിസ്പോസലും അതിനനുസരിച്ച് തന്നെ നടത്തുക. പിന്നെ ഇതുപോലെ തന്നെ റെഗുലറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ടാങ്ക്, നമ്മുടെ കിണർ, ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസ് എല്ലാം നമ്മൾ റെഗുലർ ക്ലീനിങ് ചെയ്യുക. ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഇങ്ങനെയുള്ള ഡിസീസിൽ നിന്നും, ഇൻഫെക്ഷസ് ഡിസീസിൽ നിന്നും നമുക്ക് ഇത് കിട്ടും. അതുപോലെ തന്നെ വെക്ടേഴ്സ് ഉണ്ടല്ലോ, വെക്ടേഴ്സ് ആയിട്ടുള്ള മൊസ്ക്വിറ്റോസ്, ഈച്ച, പിന്നെ ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നതൊക്കെ, അതിനെയൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ഡിസീസിൽ നിന്നും മുക്തമാകാനുള്ള ഓരോ കാര്യങ്ങൾ കേട്ടോ. ദെൻ നമുക്ക് രണ്ടാമതായിട്ട് വരുന്നത് ഡിസീസ് കഴിഞ്ഞാൽ എന്താണ്, ഇമ്മ്യൂണിറ്റി. അതായത് ഈ ഡിസീസിൽ എങ്ങനെയെങ്കിലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? ഇമ്മ്യൂണിറ്റി ഈസ് ദ ഓവറോൾ എബിലിറ്റി ഓഫ് എൻ ഓർഗാനിസം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസീസസ് ആൻഡ് ഡിസീസ് കോസിങ് ഓർഗാനിസം ആൻഡ് ദെയർ ടോക്സിക് പ്രൊഡക്ട്സ്. അപ്പോൾ ഇവർ ഡിസീസസിൽ നിന്നും അതുപോലെ തന്നെ ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസംസിൽ നിന്നും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്ട്സിൽ നിന്നൊക്കെ നമുക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി 2 ടൈപ്പാണുള്ളത്, നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും. അപ്പോൾ പേരിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻബോൺ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്, അതായത് ജനിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റീനെയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 4 ബാരിയേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് എ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും കൂടെ പറയും. അതുപോലെ തന്നെ ഈ 4 ബാരിയർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫിസിക്കൽ ബാരിയർ ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയർ ഉണ്ട്, സെല്ലുലാർ ബാരിയർ ഉണ്ട്, സൈറ്റോകൈൻ ബാരിയർ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിൽ നിന്നും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് കേട്ടോ. അതായത് നമ്മുടെ ബർത്തിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതെന്ന് നോക്കാം. ഫിസിക്കൽ ബാരിയർ ആണ് ഫസ്റ്റ്. ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, എന്തോ ഒരു ഓർഗാനിസം, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ പാത്തജൻ വരികയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും മക്കളെ? ശരീരത്തിൻ്റെ അകത്തോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നുള്ളത് അല്ലേ. ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ബാരിയറിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ സ്കിന്നാണ്. ആൻഡ് ഓൾസോ നമ്മുടെ മ്യൂക്കസ് ലൈനിങ് ഓഫ് ദി എപ്പിത്തീലിയം ഓഫ് റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് യൂറിനോജനൈറ്റൽ ട്രാക്ട്സ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മ്യൂക്കസ് ലെയർ ഉണ്ട് കേട്ടോ. നമ്മുടെ എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലായിക്കോട്ടെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലായിക്കോട്ടെ ഒരു മ്യൂക്കസ് ലൈനിങ് ഉണ്ട്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പാത്തോജൻസിൻ്റെ എൻട്രീനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മ്യൂക്കസ് ലൈനിങ് ഉള്ളത് എപ്പിത്തീലിയത്തിനകത്ത്. അപ്പോൾ അതാണ് നമ്മുടെ ഫിസിക്കൽ ബാരിയറിൽ വരുന്നത്. ഫിസിയോളജിക്കൽ ബാരിയറിൽ വരുന്നത് നമ്മുടെ സലൈവ, നമ്മുടെ ഫിസിയോളജിക്കൽ തിങ് ആണല്ലോ നമ്മുടെ സലൈവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടിയേഴ്സിലുള്ള ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. ഇതിനൊക്കെ ബാക്ടീരിയാസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ അടുത്തതായിട്ട് വരുന്നതാണ് സെല്ലുലാർ ബാരിയർ. അപ്പം സെൽസിനുള്ളിലുള്ള എന്തോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് സെല്ലുലാർ ബാരിയറിൽ വരുന്നത്? WBC അല്ലേ, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ നമ്മുടെ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്ന ആളാണ് സെല്ലുലാർ ബാരിയറിൽ വരുന്ന ഫസ്റ്റ് ആള്. ആൻഡ് ഓൾസോ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയും, അതായത് PMNL എന്ന് പറയുന്നത്. അതും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രോഫിലാണ്. അതിൽ എന്തിൽ വരുന്നതാണ്? നമ്മുടെ സെല്ലുലാർ ബാരിയറിൽ വരുന്നതാണ്. ആൻഡ് മോണോസൈറ്റ്സ്, ഇതൊക്കെ എന്താണ്? ന്യൂട്രോഫിൽസ്, മോണോസൈറ്റ്സ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ, വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് മാക്രോഫേജസ് എന്ന് നമ്മൾ വിളിക്കുന്ന മാക്രോഫേജസും എന്തിൽ വരുന്നതാണ്? സെല്ലുലാർ ബാരിയേഴ്സിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആരൊക്കെയാണ് സെല്ലുലാർ ബാരിയേഴ്സിൽ വരുന്നതെന്ന്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഈ വെരി ഇമ്പോർട്ടൻറ്റ് സൈറ്റോകൈൻ ബാരിയർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഇൻ്റർഫെറോൺ. അതായത് ഒരു നമ്മുടെ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സെക്രീറ്റഡ് പ്രോട്ടീനെയാണ് നമ്മൾ ഇൻ്റർഫെറോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റർഫെറോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ? വൈറസ് ഇൻഫെക്റ്റ് ചെയ്യാത്ത മറ്റ് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇൻ്റർഫെറോൺസ് ചെയ്യുക. അപ്പോൾ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത സെൽസിൽ ഇൻ്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ചുറ്റുമുള്ള മറ്റ് സെൽസിനെ വൈറസിനോട് ഇൻഫെക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻ്റർഫെറോൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റോകൈൻ ബാരിയറിൽ വരുന്നതാണ് നമ്മുടെ ഹൈ ബോഡി ടെമ്പറേച്ചർ. ആ വരുന്ന പല ഓർഗാനിസംസിനും, പല മൈക്രോ ഓർഗാനിസംസിനും ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടുക എന്നുള്ളൊരു മെക്കാനിസവും നമ്മുടെ സൈറ്റോകൈൻ ബാരിയറിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ 4 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണ് നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലാണ് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേടിയെടുക്കുന്നത്, നമ്മുടെ ലൈഫിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഒരു ബർത്തിൻ്റെ ടൈമിൽ മാത്രമല്ല, അതിനൊരു സ്പെസിഫിസിറ്റി ഉണ്ടാകും. അതായത് ഓരോ രോഗങ്ങൾക്കും ഓരോ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മുടെ അതിന് സ്പെസിഫിസിറ്റി ഉണ്ടാവും, ഡൈവേഴ്സിറ്റി ഉണ്ടാവും, ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ് ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ.
സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ രോഗങ്ങൾക്കും ഓരോ ആൻറ്റിബോഡീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇപ്പം ഇന്നൊരു ആൻറ്റിജൻ വരുന്നതിന് പ്രത്യേക ഒരു ആൻറ്റിബോഡി ഉണ്ടാവും. ആ ആൻറ്റിബോഡിക്ക് മാത്രമേ ഈ ആൻറ്റിജനെ തകർക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി, പല രീതിയിൽ നമ്മൾക്ക് ഈ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ്. ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ്, ഇവിടെ നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ സ്വന്തം സെൽസിനെ അത് അറ്റാക്ക് ചെയ്യാതെ ഫോറിൻ ബോഡീസിനെ മാത്രം അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫിനോമിനയാണ് ഈ പറയുന്നത് കേട്ടോ. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് അത്. ആൻഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന അസുഖം. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ വരുമ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ചിക്കൻ ബോക്സ് വരിക എന്ന് പറയും അല്ലേ. അടുത്ത തവണ വരുമ്പോൾ എന്താവും, കുറച്ചും കൂടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വന്നത്ര ഭയങ്കര റിസ്കിൽ അത് വരത്തില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അതിനകത്ത് തന്നെ വരുന്നതാണ് നമ്മുടെ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസും സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസും കേട്ടോ. അപ്പോൾ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഒരു അസുഖം നമുക്ക് വരികയാണ്, എനിക്കൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം വന്നു. അപ്പോൾ ആദ്യമായിട്ട് അയാൾക്ക് വരുമ്പോൾ എന്താണ്, അതുമായിട്ട് ആ ഒരു അസുഖത്തിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അതെന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പം ഈ എൻകൗണ്ടർ എന്ന് പറയുന്നത്, ആ ഒരു അസുഖവുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ ഒരു അസുഖം വന്നു, ഇയാളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻറ്റിബോഡീസ് എല്ലാം അകത്തുള്ളത് കൊണ്ട് ഈ ഒരു അസുഖം വരുമ്പോൾ ഈസി ആയിട്ട്, മുന്നത്തേക്കാളും പ്രൈമറിയിൽ വന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് നേരിടാനായിട്ട് പറ്റും. ഇതിനെയാണ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി വരുന്നതാണ് നമ്മുടെ ആൻറ്റിജൻസും ആൻറ്റിബോഡീസും. അപ്പോൾ ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ മക്കൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണ്, ഒരു ഫോറിൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാത്തജൻസിനെയാണ് നമ്മൾ ആൻറ്റിജൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറിൻ മെറ്റീരിയലാണ്, അതായത് പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ ആൻറ്റിജൻസ് എന്ന് വിളിക്കുന്നത്. ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അത് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമുക്ക് ഇത്രയും ടൈപ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്, IgA, IgM, IgE, IgG ആൻഡ് IgD. അതായത് നമ്മൾ ഗെയിംഡ് GAMED, ഇതിൻ്റെ എല്ലാം കൂടെ നമ്മളൊരു IG ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ IgG ഉണ്ട്, IgA ഉണ്ട്, IgM ഉണ്ട്, IgE ഉണ്ട്, IgD ഉണ്ട്. ഇത്രയാണ് നമുക്ക് ആൻറ്റിബോഡീസിൽ വരുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. ഇനി സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡി, ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. ഈ സ്ട്രക്ചർ തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇതൊരു ആൻറ്റിബോഡി ആണല്ലോ, ഇത് ആൻറ്റിജനുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ ഉണ്ടാവും. ഈ കാണുന്നതാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ. ആൻഡ് ഇതിനൊരു N ടെർമിനൽ, C ടെർമിനൽ ഉണ്ടാവും. ആൻഡ് ലൈറ്റ് ചെയിനും ഉണ്ടാവും, ഹെവി ചെയിനും ഉണ്ടാവും. ഈ നടുക്കുള്ളതാണ്, അതായത് ഈ നീളം കൂടിയതിനെയാണ് നമ്മൾ ഹെവി ചെയിൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് സൈഡിലുള്ളതാണ് നമ്മുടെ ലൈറ്റ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മക്കളും പ്രത്യേകം ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതായത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വൺ ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ആൻഡ് ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ വരുന്നതാണ് നമ്മുടെ B ലിംഫോസൈറ്റ്സ് ആൻഡ് T ലിംഫോസൈറ്റ്സ്. അപ്പം B ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതെവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണുള്ളത്. അപ്പോൾ B ലിംഫോസൈറ്റ്സ് എന്താണ്, ബോൺ മാരോയിലാണ് കേട്ടോ. T ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈമസ് ഗ്ലാൻഡില്ലേ അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് T ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണ്. നമ്മുടെ പ്ലാസ്മ സെൽസും മെമ്മറി സെൽസ് എല്ലാം വരുന്നതാണ് നമ്മുടെ ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ വരുന്നതാണ് T ലിംഫോസൈറ്റ് അല്ലേ. T ലിംഫോസൈറ്റ് മീഡിയേറ്റഡ് ആണ്. ആൻഡ് ഇവിടെ വരുവാണെങ്കിൽ ഹ്യൂമറൽ മീഡിയേറ്റഡ് B ലിംഫോസൈറ്റ് മാത്രമാണ്. സെൽ മീഡിയേറ്റഡിലാണ് T ലിംഫോസൈറ്റ് വരുന്നത്. അതായത് ടിഷ്യൂ ഗ്രാഫ്റ്റിംഗ്, സെൽഫ് ആൻഡ് നോൺ സെൽഫ് റെക്കഗ്നീഷൻ ഒക്കെ ഇതിലാണ് വരുന്നത്, നമ്മുടെ സെൽ മീഡിയേറ്റഡിലാണ്. അതായത് സെൽഫ് നോൺ സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വന്തം സെൽസും പുറമേ നിന്ന് വരുന്ന ഒരു ഫോറിൻ ബോഡി ആയിട്ടുള്ള ഒരു താരതമ്യമാണ് കേട്ടോ. ആൻഡ് ഇത് തന്നെയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. എന്താണ്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത് എന്താണ്, ഇത്
സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോങ് ഡ്യൂറേഷനിൽ നടക്കുന്നതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വാക്സിൻ ഒക്കെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അതിനകത്ത് തന്നെ നാച്ചുറൽ ആർട്ടിഫിഷ്യലുണ്ട്. നാച്ചുറൽസിൽ വരുന്നതാണ് ആൻറ്റിബോഡീസ് മെയ്ഡ് ആഫ്റ്റർ എക്സ്പോഷർ ടു ആൻ ഇൻഫെക്ഷൻ. നമുക്ക് ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസിനെയാണ് നമ്മുടെ നാച്ചുറലിൽ വരുന്നത്. ആർട്ടിഫിഷ്യലിൽ വരുന്നത് എന്താണ്? നമ്മൾ വാക്സിനേറ്റ് ചെയ്തില്ലേ, എന്തെങ്കിലും നമ്മുടെ ഫ്ലൂവിനുള്ള വാക്സിനേഷൻ ഉണ്ട്, പിന്നെ എന്താണ് പോളിയോയ്ക്കുള്ള വാക്സിനേഷൻ ഉണ്ട്. അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ ഒരുപാട് ടൈഫോയിഡ് അല്ലല്ലോ, അങ്ങനത്തെ പല അസുഖങ്ങൾക്കും BCG എന്നൊക്കെ പറയുന്ന വാക്സിനൊക്കെ നമ്മൾ എടുക്കുമല്ലോ. ഇതെല്ലാം നമ്മുടെ ഓൾറെഡി എടുത്തു വെച്ച വാക്സിൻസ് ആണ് അല്ലേ, ആർട്ടിഫിഷ്യലാണ്. ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യലിൽ വരുന്നത്, അത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഫാസ്റ്റ് ആൻഡ് ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രം നിൽക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആണ് നമ്മുടെ അമ്മമാരിൽ നിന്ന് കിട്ടുന്ന മിൽക്ക് അല്ലേ, കൊളസ്ട്രം എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ കിട്ടുന്ന ആ ഒരു മിൽക്ക്, അതിനകത്ത് ഒത്തിരി എന്തുണ്ട്, നമ്മുടെ ആൻറ്റിബോഡീസ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇത് നാച്ചുറലിന് എക്സാമ്പിളാണ്. ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആൻറ്റി വെനം, നമ്മുടെ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആൻറ്റി വെനമാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിയാണ്. ആൻഡ് ഇപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മുടെ ഞാൻ പറഞ്ഞു ആൻറ്റിബോഡീസ് ഉണ്ട് നമ്മുടെ കൊളസ്ട്രോമിൽ നിന്ന്. IgA ആൻറ്റിബോഡീസ് ആണ് കൊളസ്ട്രോമിലുള്ളത്. അതുപോലെ തന്നെ അലർജീന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് IgE എന്ന് പറയുന്ന ആ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ. അത് രണ്ടും മക്കൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി വാക്സിനേഷനും ഇമ്മ്യൂണൈസേഷനുമാണ് പറയുന്നത്. എന്താണ് വാക്സിനേഷൻ എന്ന് വെച്ചാൽ, വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ വാക്സിൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അതായത് ഒരു രോഗത്തിൻ്റെ എതിരെ ആയിട്ടുള്ള ആൻറ്റിബോഡീസ് അടങ്ങിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ വാക്സിനേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിനെയാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് വാക്സിൻസ് ജനറേറ്റ് ആൻറ്റിബോഡീസ് ആൻഡ് ന്യൂട്രലൈസ് ദ പാത്തജൻ ഓർ ടോക്സിൻ ആൻഡ് പ്രൊഡ്യൂസ് മെമ്മറി B സെൽസും T സെൽസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. ആൻഡ് ടൈപ്പ് ഓഫ് വാക്സിൻസിൽ വരുന്നത് എന്തൊക്കെയാണ്? ലൈവ് വാക്സിൻസ് അല്ലെങ്കിൽ അറ്റന്യുവേറ്റഡ് വാക്സിൻ ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ BCG ബാസിലസ് ഗ്യാൽമിറ്റി യൂറിൻ വാക്സിൻ ആൻഡ് ഇൻഫ്ലുവൻസ വാക്സിൻ, യെല്ലോ ഫീവർ വാക്സിൻ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ എടുക്കുന്ന വാക്സിനുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ലൈവ് വാക്സിനുകളാണ്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കിൽഡ് വേർഷൻ ആയിട്ടുള്ള വാക്സിൻസ് ആണ്. അതിൽ വരുന്നതാണ് റാബിസിൻ്റെ വാക്സിൻ, ടൈഫോയിഡിൻ്റെ വാക്സിൻ, സാൾട്ട് പോളിയോ വാക്സിൻ. ഇത്രയും സാധനങ്ങൾ എന്താണ്? ഇനാക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള കിൽഡ് ആയിട്ടുള്ള വാക്സിൻസ് ആണ്. ഇനി റീകോംബിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് Bക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിൻ. അത് ഈസ്റ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിനാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? അലർജിയാണ് മക്കളെ. അലർജി എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ സെൻസിറ്റീവ് അല്ലെങ്കിൽ റിയാക്ഷനെയാണ് നമ്മൾ അലർജി എന്ന് വിളിക്കുന്നത്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തന്നെ ഹൈപ്പർ ആയിട്ടുള്ള സെൻസിറ്റീവ് റിയാക്ഷനാണ്. അതായത് ഇതൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ആൻറ്റിബോഡി ആൻറ്റിജൻ റിയാക്ഷൻ തന്നെയാണ്. അതായത് ഫോറിൻ ബോഡീസ് വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാണ്, കൂടുതൽ റിയാക്ട് ചെയ്യുന്നതിനെയാണ് അലർജി എന്ന് നമ്മൾ പറയുക. അതായത് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും ഭയങ്കര ശുദ്ധമായിട്ടുള്ള വായു ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ഡസ്റ്റ് ഉണ്ടാവും, പൊളൻ ഗ്രെയിൻസ് ഉണ്ടാവും, ഫംഗൽ സ്പോർസ്, അതുപോലെ തന്നെ പല 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 നമ്മുടെ പൊല്യൂട്ടൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ബോഡി തന്നെ ഇവരെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസം കാണിക്കും. അതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അലർജി ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അലർജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള അലർജൻസ്, പൊള്ളൻസ് ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ അലർജൻസ് വരുന്നത്? നമ്മുടെ ആനിമൽസിൻ്റെ ഡാൻഡർ, പിന്നെ കുറച്ച് ഡ്രഗ്സ്, അതായിട്ടുള്ള ചില ഡ്രഗ്സുകളൊക്കെ ഉണ്ടല്ലോ, പെൻസിലിൻ പോലെയുള്ള ഡ്രഗ്സ് കഴിക്കുന്ന ചിലർക്ക് അലർജിയാണ്. ആൻഡ് ഫംഗൽ സ്പോർസ് ഒക്കെ അലർജിയാണ്. ചിലർക്ക് മിൽക്ക്, പിന്നെ ഫിഷ്, റെഡ് മീറ്റ്, ഇതൊക്കെ അലർജി ഉള്ളവരുണ്ടാവും അല്ലേ. അങ്ങനെ ആനിമൽസിൻ്റെ ആ ഒരു മുടി, അതിൻ്റെ സാധനങ്ങളൊക്കെ അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് അലർജൻസും ഉണ്ട്. ആൻഡ് അലർജീൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്നീസിങ് ആണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ആൻഡ് വാട്ടറി ഐസ്, റാഷസ് ഓൺ സ്കിന്ന്, റണ്ണിങ് നോസ്, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് അലർജിക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ഇൻ റെസ്പോൺസ് ടു അലർജീസ് IgE ആണ് കേട്ടോ. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇമ്മ്യൂണോഗ്ലോബിൻ E ആണ്. ആൻഡ് നമ്മൾ അടുത്തതിലോട്ട് പോകുന്നത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ്.
ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ സെൽഫ് സെൽസ് അല്ലെങ്കിൽ നോൺ സെൽഫ് സെൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ബോഡിയിലെ സെൽസിനെ തന്നെ അത് ഒരു ഫോറിൻ ബോഡിയാണെന്ന് വിചാരിച്ച് അങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റാതെ അതിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സെൽഫ് സെൽസിനെ തന്നെ നമ്മുടെ തന്നെ സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിനിൽ എക്സാമ്പിളാണ് വരുന്നത് നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലേ, അങ്ങനെ വാദം എന്ന് പറയുന്ന രോഗം. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്കതൊരു എന്താ പറയുക ജനറ്റിക് ഡിസോർഡർ അല്ല, ജനറ്റിക്കലായിട്ട് വരുന്നൊരു ഡിസീസാണെന്നും പറയാം. ഇനി ഹാഷിമോട്ടോ തൈറോയിഡിറ്റിസ്, ഇതും എന്താണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇനി സിസ്റ്റമിക് ലൂപ്പസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ഇത്രയും ഡിസീസസ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ആൻഡ് നമുക്കറിയാം ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓർഗൻസ് വേർ ദ ഒറിജിൻ, മെച്ചുറേഷൻ ആൻഡ് പ്രൊലിഫറേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് ടേക്സ് പ്ലേസ് ആൻഡ് ആൻറ്റിജൻസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. എവിടെയാണോ ലിംഫോസൈറ്റ്സ് ആയിട്ടുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന മെയിനായിട്ട് നമ്മുടെ തൈമസ് ഗ്ലാൻഡ്, ബോൺ മാരോ, നമ്മുടെ ടി ലിംഫോസൈറ്റ് അല്ലേ, പിന്നെ അതുപോലെ തന്നെ ബോൺ മാരോ, ബി ലിംഫോസൈറ്റ് സ്പ്ലീനിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ലിംഫ് നോഡ്സ് ഉണ്ട്, പിന്നെ ടോൺസിൽസ്, അതൊക്കെയാണ് നമ്മുടെ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇതും നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ആൻഡ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് സ്പ്ലീൻസ്, ലിംഫ് നോഡ്സ്, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ഒക്കെ വരുന്നത് നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലാണ് കേട്ടോ, പേയേഴ്സ് പാച്ചസ് ഒക്കെ വരുന്നത്. ആൻഡ് നമ്മൾ അടുത്ത ഒരു ഡിസീസിലോട്ട് പോവാണ്, വിച്ച് ഇസ് എയ്ഡ്സ് അല്ലേ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. അതായത് കുറേ ഡിസീസസിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എയ്ഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എയ്ഡ്സ് കോസ് ചെയ്യുന്ന വൈറസ് ഏതാണ്? ഇതൊരു വൈറൽ ഡിസീസാണെന്നറിയാം. അപ്പോൾ അത് കോസ് ചെയ്യുന്നത് HIV എന്ന് പറയുന്ന വൈറസ് ആണ്, വിച്ച് ഇസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതൊരു റിട്രോ വൈറസ് ആണ് മക്കളെ. റിട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് DNA ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ലേ, ട്രാൻസ്ക്രിപ്ഷൻ്റെ റിവേഴ്സ് ആണ് ചെയ്യുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന വൈറസിനെയാണ് റിട്രോ വൈറസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയൊക്കെ നടക്കാം, ഇതെങ്ങനെയാണ് ഒരു എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ, പിന്നെ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ്, അതായത് എയ്ഡ്സ് വന്നിട്ടുള്ള ഒരാളുടെ ബ്ലഡ് കയറ്റുന്നത് വഴി, അവരുമായിട്ടുള്ള നീഡിൽസ് ഷെയർ ചെയ്യുന്നത് വഴി, നീഡിൽസ് മാത്രമാണ് കേട്ടോ. ആൻഡ് നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിൽ നിന്ന് കുട്ടിയിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം പകരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് എയ്ഡ്സ് ഒരു സെല്ലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്നൊക്കെ നോക്കാം. അതായത് റിട്രോ വൈറസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, ഒരു സെല്ലിനെ അറ്റാക്ക് ചെയ്യും. ആ ഒരു ആനിമൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസമാണ് അല്ലേ. സൈറ്റോപ്ലാസത്തിൽ നിന്ന് നേരെ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ DNA പാർട്ടികൾ, ആ ഒരു DNA മാത്രം എന്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നു, ആ ഒരു വൈറൽ DNA അകത്തോട്ട് വിടുന്നു. അതെന്താണെന്ന് വെച്ചാൽ അത് ഹോസ്റ്റിൽ പോയി അറ്റാക്ക് ചെയ്യും. ഹോസ്റ്റിൻ്റെ ന്യൂക്ലിയസിനകത്തേക്ക് കയറുന്നു. അവിടെ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിട്ട് ആ അതായത് നമ്മുടെ ഹോസ്റ്റിലെ എല്ലാ സെൽസിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വൈറസ്, ഒരു വൈറസ് ആയിരിക്കും ഇപ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു അഫക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇവരിങ്ങനെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അവർ ഒരു പുതിയൊരു ഓർഗാനിസംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം വരെയാണ് ഒരു സെല്ല് ജീവിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി എലൈസ ടെസ്റ്റാണ്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിഷ്യൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എലൈസേൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ എന്നാണ് എലൈസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പം അതുകൂടാതെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൺഫർമേഷൻ ടെസ്റ്റാണ് എലൈസ എന്ന് പറയുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് ആണ്. ഇപ്പം പണ്ടൊന്നും നമുക്ക് എയ്ഡ്സിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെയൊക്കെ എയ്ഡ്സ് തടഞ്ഞു നിർത്താനായിട്ടുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രിവെൻഷൻ എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. എന്തൊക്കെയാണ്? എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കുക. എന്താണ് എയ്ഡ്സ് അല്ലെങ്കിൽ എങ്ങനെയാണത് പകരുന്നതെന്നുള്ള അവയർനെസ് കൊടുക്കുക. റെഗുലർ ചെക്കപ്പ് നടത്തുക. അതായത്
കൂടുതൽ എയ്ഡ്സ് വരുന്ന ആ ഒരു ഏരിയയിൽ റെഗുലറായിട്ട് ബ്ലഡ് ചെക്കപ്പുകളൊക്കെ നടത്തുക. ആൻഡ് കോണ്ടംസ് യൂസ് ചെയ്യുക. കൂടുതലും നമ്മൾ ആ ഒരു മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനൊക്കെ ചെയ്യുന്ന ആൾക്കാർ കോണ്ടംസ് പോലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുക. ആൻഡ് ഡ്രഗ് അബ്യൂസ് മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകൾ, അത് നമ്മൾ തന്നെ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ചെക്കപ്പൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള രീതിയിലൂടെയൊക്കെ നമുക്കൊരു പരിധിവരെ എയ്ഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഡിസീസാണ് എന്ത്? ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസ്. ആൻഡ് ക്യാൻസറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകൺട്രോൾഡ് ഡിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് പ്രൊലിഫറേഷൻ ഓഫ് സെൽസ് ആണ്. അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ്. നമുക്കറിയാം ഒരു സെല്ലുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവും? ഡിഫറൻഷിയേറ്റഡ് ആവും. കാരണം അതിനൊരു ഫങ്ഷൻ ചെയ്യണമല്ലോ, ആ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി അതിനൊരു കപ്പാസിറ്റി വരും. പക്ഷെ ഇങ്ങനെ പ്രൊലിഫറേറ്റ് ചെയ്യുന്ന സെൽസിന് എന്തുണ്ടാവില്ല? അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ഫങ്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ചുമ്മാ കുറേ മാസ് ഓഫ് സെൽസ് മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ഒരു ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നോർമൽ സെൽസും നമ്മുടെ ക്യാൻസർ സെൽസും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നോർമൽ സെൽസിനുണ്ട് എന്തുണ്ട് മക്കളെ? കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ ഉണ്ട്. പക്ഷേ ക്യാൻസർ സെൽസിന് നോ കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ ആണ്. അതായത് രണ്ട് സെൽസ് തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ പ്രൊലിഫറേഷൻ അവർ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും നോർമൽ സെൽസ്. പക്ഷേ ക്യാൻസർ സെൽസ് എന്താ ചെയ്യുന്നത്? ആ ഇൻഹിബിഷൻ നടക്കാതെ വീണ്ടും റാപ്പിഡായിട്ട് വീണ്ടും ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസിനെയാണ്, കോസ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എക്സ്റേസ്, UV റേസ്, ഗാമ റേസ്. ഇതൊക്കെ എന്താണ്? കാർസിനോജൻസിൻ്റെ എക്സാമ്പിളാണ്. ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ എന്താണ്? ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. നോർമൽ സെൽസിന് എന്തുണ്ട്? കോണ്ടാക്ട് ഇൻഹിബിഷൻ ഉണ്ട്, ക്യാൻസർ സെൽസിന് അതില്ല. ആൻഡ് ഷോ മെറ്റാസ്റ്റാസിസ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നും അടുത്തടുത്ത സെല്ലുകളിലേക്ക് ഇൻഫെക്ഷൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളൊരു ഫിനോമിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ആൻഡ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ബിനൈൻ ട്യൂമർ ഉണ്ട്, മാലിഗ്നൻറ്റ് ട്യൂമർ ഉണ്ട്. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറാണ്. അതായത് ഇങ്ങനെ ഒരുപാട് സെൽസ് പ്രൊലിഫറേറ്റ് ചെയ്താലും ഇറ്റ് ഈസ് നോൺ ക്യാൻസറസ്. ആൻഡ് ക്യാൻസറസ് ട്യൂമറിനെയാണ് നമ്മൾ മാലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ബിനൈൻ പിന്നീട് ചിലപ്പോൾ മാലിഗ്നൻ്റ് ആയിട്ട് മാറാം. ആൻഡ് ഇവിടെ മാലിഗ്നൻറ്റ് ട്യൂമറിലാണ് എന്തുണ്ടാവുക? മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നത്. ആൻഡ് നോൺ മാലിഗ്നൻറ്റിൽ അല്ലെങ്കിൽ ബിനൈനിൽ എന്തില്ല? മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നില്ല, സെൽസ് പ്രൊലിഫറേറ്റ് ചെയ്യുമെന്നതേ ഉള്ളൂ. ആൻഡ് സ്റ്റോപ്സ് ഗ്രോത്ത് ആഫ്റ്റർ റീച്ചിങ് എ സർട്ടൈൻ സൈസ്. നമ്മൾ ചിലവരിൽ വയറ്റിൽ മുഴയുണ്ടാവുക, അല്ലെങ്കിൽ ഫൈബ്രോസിസ് ഒക്കെ ഉണ്ടാവില്ലേ, ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെയാണ് ബിനൈൻ ട്യൂമറിൽ വരുന്നത്. ആൻഡ് മാലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഒരുപാട് ഇങ്ങനെ സെൽസ് പ്രൊലിഫറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഒരു ലിമിറ്റഡ് അഡ്ഹറൻസ് ആണ് നമുക്ക് ബിനൈൻ ട്യൂമറിൽ കാണാൻ പറ്റുക. പക്ഷേ മാലിഗ്നൻറ്റ് ട്യൂമർ നോക്കുകയാണെങ്കിൽ നോ അഡ്ഹറൻസ് ഓഫ് ദി സെൽസ്, ദേ ആർ ലൂസ്ലി ആൻഡ് ഹെൽഡ് ബൈ ഫോൾ ഓഫ് ഈസിലി. നമുക്കങ്ങനെ ആ ഒരു സെൽസിൻ്റെ അഡ്ഹറൻസ് തീരെ ഉണ്ടാവത്തില്ല. അവർ പെട്ടെന്ന് ഫോൾ ഓഫ് ചെയ്തു പോകുന്ന രീതിയിലാണ് അവിടെ സെൽസിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് ലീത്തലാണോ അല്ലെങ്കിൽ ഫെയ്റ്റലാണോ എന്ന് ചോദിച്ചാൽ ലെസ് ഫെയ്റ്റലാണ് വെൻ കമ്പയർഡ് ടു മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്. മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് ആർ മോർ ഫെയ്റ്റൽ ടു ദ ബോഡി. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകുന്ന നമ്മുടെ കാർസിനോജൻസ് മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ കാർസിനോജൻസ് ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ഓങ്കോജീനിക് ഉണ്ട്. അപ്പോൾ ഫിസിക്കലിൽ വരുന്നതാണ് എക്സ്റേസ്, ഗാമ റേസ് ആൻഡ് UV റേസ് എന്ന് പറയുന്നത്. കെമിക്കലിൽ വരുന്നതാണ് നമ്മുടെ അനിലിൻ ഡൈസ് ഒക്കെ, അതുപോലെ തന്നെ നിക്കോട്ടിൻ, ടുബാക്കോയിലുള്ള നിക്കോട്ടിൻ, ഫോർമാലിൻ, ഇതൊക്കെ എന്താണ്? കെമിക്കൽ കാർസിനോജൻസിൽ വരുന്നതാണ്, കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ഓങ്കോജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇസ് ബയോളജിക്കലാണ്. ആൻഡ് അതിനകത്ത് വരുന്ന ചില വൈറസുകളാണ് കേട്ടോ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ഒക്കെ നമുക്ക് ഈ ഒരു ക്യാൻസറിനുള്ള കോസ് ചെയ്യും. ആൻഡ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, എപ്പിസ്റ്റീൻ ബാർ വൈറസ്, ഇതൊക്കെ നമുക്ക് ഓങ്കോജീനിക് വൈറസസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്.
ആൻഡ് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് സർജറി ചെയ്യാൻ പറ്റും, അതായത് എവിടെയാണോ ക്യാൻസർ നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല, എവിടെയാണോ ഉള്ളത് ആ ഭാഗം അവിടെ നിന്ന് മുറിച്ച് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ റേഡിയോ തെറാപ്പിയാണ് അല്ലേ. റേഡിയേഷൻ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ആൻഡ് ട്യൂമർ സെൽസിനെ നമ്മൾ ആ ഒരു സ്ഥലത്തെ സെൽസിനെ കരിയിച്ച് കളയുക എന്ന് പറയും അല്ലേ. സെൽസിനെ കരിയിച്ച് കളയുക, അതായത് അതിൻ്റെ ചുറ്റുമുള്ള സെൽസിനെ എല്ലാം കരിയിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ ഡ്രഗ്സ് കൊടുത്തിട്ട്, അതായത് വെയിൻസിലൂടെയൊക്കെ ഡ്രഗ്സ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ആ ഒരു കീമോതെറാപ്പി എന്ന് പറയുന്നത് നടത്തുന്നത്. അപ്പോൾ ഇവിടെ കീമോതെറാപ്പി നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഹെയർ ലോസ്, അനീമിയ ഇങ്ങനെ മുതലുള്ള കുറേ കാര്യങ്ങൾ അല്ലേ, അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ തെറാപ്പിയാണ്. അതായത് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആൽഫ ഇൻ്റർഫെറോൺസ് പോലുള്ള ഇതുള്ള യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഇമ്മ്യൂണോ തെറാപ്പീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻസറിൻ്റെ ഡിറ്റക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ് നടത്താം, ബയോപ്സി എടുക്കാം അല്ലേ. എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അവിടെ നിന്ന് ബയോപ്സി എടുക്കും. ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡിയാണ് ബയോപ്സി എന്ന് പറയുന്നത്. ആൻഡ് റേഡിയോഗ്രഫി ചെയ്യാം, CT സ്കാൻ എടുക്കാം, MRI സ്കാൻ എടുക്കാം, മോണോക്ലോണൽ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതിലേക്ക് പോകുന്നത് നമ്മുടെ ഡ്രഗ്സും ആൽക്കഹോൾ അബ്യൂസിനെ പറ്റിയാണ്. ഇത് നിങ്ങളുടെ മക്കൾക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. വിച്ച് ഇസ് വെരി ബാഡ് ഫോർ യുവർ ഹെൽത്ത്. ആൻഡ് നിങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഡ്രഗ്സ് ആൽക്കഹോൾ പോലുള്ള സാധനങ്ങളുടെ പിന്നാലെ പോവുകയും ചെയ്യരുത്. ആൻഡ് ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് വളരെ ദോഷകരമായിട്ടുള്ള സാധനങ്ങളാണ്. ആൻഡ് എന്താണ് ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ, ഡ്രഗ് എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഈസ് യൂസ് ടു പ്രിവെൻറ്റ് ഡയഗ്നോസിസ് ഓർ ട്രീറ്റ് എ ഡിസീസ് ആണ്. അപ്പോൾ ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അമിതമായിട്ടുള്ള യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്രഗ് അബ്യൂസ് എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഡ്രഗ് അബ്യൂസിൽ വരുമ്പോൾ നമുക്ക് ഡ്രഗിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അത് എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ബ്രെയിനിനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഒക്കെയാണ്, അല്ലെങ്കിൽ നെർവ്സിനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെ അതിൻ്റെ സോഴ്സ് അനുസരിച്ച് നമുക്ക് ഡ്രഗ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ് മക്കളെ, നാച്ചുറൽ ഡ്രഗ്സ് ഉണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ഡ്രഗ്സിൽ വരുമ്പോൾ നമ്മുടെ ഓപ്പിയോയിഡ്സ്, കനബിനോയിഡ്സ് ആൻഡ് കൊക്ക ആൽക്കലോയിഡ്സ്, ബാർബിറ്റുറേറ്റ്സ്, ആംഫിറ്റമിൻസ്, ബെൻസോഡയഫിൻസ്, ലൈസർജിക് ആസിഡ്, അതായത് LSD എന്ന് പറയുന്നതും MDMA എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതൊക്കെ എന്താണ്, സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ബാക്കിയൊക്കെ നാച്ചുറൽ ഡ്രഗ്സിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലും എന്താണ്, ഫ്ലവറിങ് പ്ലാന്റ്സിൽ നിന്നും അതുപോലെ തന്നെ ഫംഗസിൽ നിന്നൊക്കെ എടുക്കുന്ന ഡ്രഗുകളാണ്. ഇനി അതിനകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ള ഡ്രഗാണ് ഒപ്പിയോയിഡ് എന്ന് പറയുന്ന ഡ്രഗ്. ഒപ്പിയോയിഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഡ്രഗാണ്. അതിൽ നിന്നും കിട്ടുന്ന പെയിൻ കില്ലേഴ്സാണ് ശരിക്കും ഒപ്പിയം, മോർഫിൻ, ഹീറോയിൻ അല്ലെങ്കിൽ സ്മാക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒപ്പിയോയിഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡ്രഗ്സ് ആണ്. അപ്പോൾ ഒപ്പിയം പോപ്പി എന്ന് പറയുന്ന ഒരു ചെടി അല്ലേ, പപ്പാവർ സോംനിഫെറം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നുമാണ് ഇതെല്ലാം എറൈസ് ചെയ്യുന്നത്. അതിൻ്റെ ലാറ്റക്സിൽ നിന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ഇറ്റ്സ് പപ്പാവർ സോംനിഫെറം അല്ലെങ്കിൽ ഓപ്പിയം പോപ്പി എന്ന് പറയുന്നത് ഒപ്പിയോയിഡ്സ് ആണ്. ഒപ്പിയമാണ് ഫസ്റ്റ് ഉണ്ടാകുന്നത്, അതായത് കറുപ്പ് എന്ന് നമ്മൾ പറയുന്ന സാധനം. ഇനി മോർഫിൻ അല്ലേ, ഈ ക്യാൻസറൊക്കെ വന്നവരിൽ ഭയങ്കര പെയിൻ ഉണ്ടാകുമ്പോൾ പെയിൻ റിലീഫിന് കൊടുക്കുന്നതാണ് മോർഫിൻ. അപ്പോൾ ഇതൊക്കെ അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാരെല്ലാം യൂസ് ചെയ്ത് വരുന്ന, അതായത് ഡ്രഗ് അബ്യൂസ് ചെയ്ത് കണ്ടുവരുന്നു. ആൻഡ് ഹെറോയിൻസ് അല്ലേ, അല്ലെങ്കിൽ സ്മാക്ക് എന്ന് പറയുന്നതും എന്താണ്, ഈ ഒപ്പിയോയിഡ്സിൽ നിന്നും കിട്ടുന്നത് തന്നെയാണ്. ആൻഡ് അടുത്തതാണ് കനബിനോയിഡ്സ് എന്ന് പറയുന്നത് അല്ലേ, അതായത് നമ്മുടെ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കനാബിനോയിഡ്സ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഇങ്ങനെയായിരിക്കും അതിൻ്റെ ലീഫ് കാണുക. ആൻഡ് അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്താണ്, ഹാഷിഷ്, ഗഞ്ച, ചരസ്, മരിജുവാന എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഡ്രഗ്സ് എല്ലാം ഇതിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതിൻ്റെ ലീവ്സിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലവർ ടോപ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് കനാബിനോയിഡ്സിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് കാണുന്നതാണ് കൊക്ക ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ കൊക്കെയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് അല്ലേ, കൊക്കെയിൻ ഒക്കെ പിടിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ എറിത്രോസൈലം കൊക്ക എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൽ നിന്നാണ്, കൊക്ക പ്ലാന്റിൽ നിന്നാണ് ഈ കൊക്ക ആൽക്കലോയിഡ്സ് എല്ലാം ഡിറൈവ് ചെയ്യുന്നത്. ആൻഡ് ഇതൊക്കെ എന്താണ്, എക്സസീവ് യൂസേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെൻ്റൽ ഡിസോർഡേഴ്സ് അതുപോലെ തന്നെ ഹാലൂസിനേഷനിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
അടുത്തതായിട്ടാണ് ടുബാക്കോ എന്ന് പറയുന്ന സാധനം അല്ലേ, നമ്മുടെ പുക വലിക്കുന്ന ആ സിഗരറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ടുബാക്കോ എന്ന് പറയുന്നത്. ടുബാക്കോ പ്ലാന്റിൽ നിന്നാണ്, നിക്കോട്ടിയാന ടുബാക്കം എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നുമാണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിലെന്താ അടങ്ങിയിട്ടുള്ളത്, നമ്മുടെ നിക്കോട്ടിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷം അടങ്ങിയിട്ടുണ്ട് അല്ലേ, വിച്ച് കോസസ് ക്യാൻസർ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ബ്രോങ്കൈറ്റിസ്, ക്യാൻസർ, എംഫിസിമ, കൊറോണറി ആർട്ടറി ഡിസീസസ്, ത്രോട്ട് ക്യാൻസർ, ഗ്യാസ്ട്രിക് അൾസർ, ക്യാൻസർ ഓഫ് യൂറിനറി ബ്ലാഡർ, ഇതെല്ലാം കോസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ടുബാക്കോ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഈ ഡ്രഗിൻ്റെ ഒക്കെ അബ്യൂസിൻ്റെ എഫക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഒരു റെക്ലെസ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ വാൻഡലിസം, വയലൻസ് ഒക്കെ കാണിക്കും. അതുപോലെ തന്നെ എക്സസീവ് അല്ലെങ്കിൽ ഓവർ ഡോസ് ഉള്ളവർ കോമയിലോട്ടും പിന്നെ മരണത്തിലോട്ടും സെറിബ്രൽ ഹെമറേജിലോട്ടൊക്കെ, അതായത് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ഞരമ്പൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ റെസ്പിറേറ്ററി ഹാർട്ട് ഫെയിലിയറിനൊക്കെ ചാൻസ് ഉള്ളതാണ്. പിന്നെ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് ദെയർ ഇൻടേക്ക് വിത്ത് ആൽക്കഹോൾ ലീഡ്സ് ടു ഡെത്ത്. നമുക്കറിയാം ഈ ആൽക്കഹോൾ കഴിക്കുന്നത് കൂടെ തന്നെ ഈ ഒരു ഡ്രഗ്സ് എല്ലാം എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് പെട്ടെന്ന് തന്നെ തട്ടിപ്പോകുന്നതായിരിക്കും. ആൻഡ് പ്രിവെൻഷനും കൺട്രോളും നമുക്ക് എങ്ങനെയൊക്കെ വരുത്താം, ഇത് അവോയ്ഡ് ചെയ്യുക അല്ലേ. നമ്മുടെ പിയർ പ്രഷർ, അടുത്തുള്ളവൻ എടാ ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് വേണ്ട, നോ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ആൻഡ് എഡ്യൂക്കേഷനും കൗൺസിലിങ്ങിലൂടെ നമുക്കത് വേണ്ട എന്ന് വെക്കാം. ആൻഡ് അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ്. അപ്പോൾ ഇങ്ങനെ പാരൻസിൻ്റെ ഹെൽപ്പ് നോക്കാം, അല്ലെങ്കിൽ പിയേഴ്സ് കൂടെ തന്നെ നമ്മുടെ കൂടെയുള്ള ചുറ്റുമുള്ളവരുടെ ഹെൽപ്പ് നോക്കാം. അതുപോലെ തന്നെ ആ ഒരു ഡേഞ്ചർ സൈൻസ് ഒക്കെ ഉണ്ടാവില്ല അതിനകത്ത്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കതൊന്നും വേണ്ടാന്ന് വെക്കാം. ആൻഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അതും സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.